നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വംശജ സുനിത വില്യംസ് അടക്കമുള്ള ബഹിരാകാശ യാത്രികരുടെ തിരിച്ചുവരവ് നീട്ടിവെച്ച നാസ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തിരികെ വരാനുള്ള തീയതി ജൂൺ 22 പുതുക്കി. നേരത്തെ ജൂൺ 18 തിരിച്ചുവരാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു. എന്നാൽ സുനിതയടക്കമുള്ള യാത്രികർ ബഹിരാകാശത്തേക്കുള്ള അണുക്കൾ കാരണമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശ്വാസകോശത്തെ പോലും ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഈ അണുക്കൾ ഉണ്ടാക്കുന്നുവത്രേ. ഈ റിപ്പോർട്ടിന് പിന്നാലെയാണ് ദൗത്യം നീട്ടിവെച്ചത്. സുനിത വില്യംസിനും സഹയാത്രികൻ ബാരി യൂജിൻ ബുഷ് വിൽമോറിനും ബഹിരാകാശ നിലയത്തിൽ 4 ദിവസം കൂടുതലായി ചെലവിടേണ്ടി വരും. മടക്കയാത്ര നീട്ടിയതോടെ മൊത്തം ദൗത്യം 2 ആഴ്ചയിലേറെയാകും. ബഹിരാകാശ പേടകം പുറപ്പെടുന്നതിന് മുൻപ് നാസ ഉദ്യോഗസ്ഥർ തെക്കുപടിഞ്ഞാറൻ US-ലെ ലാൻഡിംഗ് സ്ഥലങ്ങളുടെ കാലാവസ്ഥാ സ്ഥിതിഗതികൾ വിലയിരുത്തും. ആന്റി മൈക്രോബിയൽ മരുന്നുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയയായ എൻഡറോബാക്ടർ ബുഗൻഡൻസിസിനെയാണ് ബഹിരാകാശ നിലയത്തിൽ കണ്ടെത്തിയത്. ശ്വാസകോശത്തെ മാരകമായി ബാധിക്കുന്ന ഇവയെ സൂപ്പർ ബഗ് എന്ന് വിളിക്കുന്നു. ഏറെക്കാലമായി നിലയത്തിലുണ്ടായിരുന്ന ഇവ അതിനുള്ളിലെ അടഞ്ഞ അന്തരീക്ഷത്തിൽ ജനിതക മാറ്റത്തിലൂടെ കൂടുതൽ ശക്തി ആർജിച്ചിട്ടുണ്ടെന്ന് ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തി. നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പദ്ധതിയുടെ ഭാഗമായുള്ളതാണ് സ്റ്റാർലൈൻ വിക്ഷേപണം. ഇതോടെ ബഹിരാകാശത്തേക്കുള്ള പരീക്ഷണ ദൗത്യത്തിൽ പേടകം പറത്തുന്ന ആദ്യ വനിതയായി സുനിത. നിലവിൽ 322 ദിവസം സുനിത ബഹിരാകാശത്തേക്ക് ചിലവഴിച്ചിട്ടുണ്ട്. US നേവൽ അക്കാദമിയിൽ പഠിച്ചിറങ്ങിയ സുനിത 1998 നാസയുടെ ബഹിരാകാശ സഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. സുനിതയുടെ 3ാമത്തെ ബഹിരാകാശ യാത്രയാണിത്. ആദ്യ യാത്ര 2006 ഡിസംബർ 9 ബോയിംഗ് സ്റ്റാർലൈൻ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് അരികിലെത്തിയപ്പോൾ പേടകത്തിൽ നിന്ന് ഹീലിയം വാതക ചോർച്ചയുണ്ടായി. ചില യന്ത്രഭാഗങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാതിരുന്നു. ദൗത്യം ദുഷ്കരമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.